എക്സാമാണ്. ചിലപ്പോൾ തോക്കാം, ജയിക്കാം, മാർക്ക് കുറയാം, നമ്മൾ ഉദ്ദേശിച്ച പോലെ മാർക്ക് വരാതിരിക്കാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കുട്ടികൾക്കറിയാമോ? അറിയാമെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ബാക്കി പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. അങ്ങനെ ഇല്ല എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടോ. എല്ലാ തവണയും 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും റിസൾട്ട് വന്നതിന് ശേഷം നമ്മളുടെ പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാർത്തയുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി A+ കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. താൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ഇത് ഒന്നോ രണ്ടോ ആളുടെ കാര്യമൊന്നുമല്ല. ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നതാണ്. എല്ലാ കൊല്ലവും നമ്മൾ കേൾക്കുന്നതാണ്. എക്സാമിന് മുൻപും പരീക്ഷയുടെ ടെൻഷൻ കാരണം ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നുണ്ട്. എല്ലാ തവണയും കാണുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു ടീച്ചർ പോലും അല്ലെങ്കിൽ ഒരു സ്കൂൾ പോലും പരീക്ഷയുടെ റിസൾട്ടിനെയോ അല്ലെങ്കിൽ പരീക്ഷയെന്ന് പറയുന്നത് എത്രത്തോളം മാനസിക സമ്മർദ്ദമുള്ളൊരു കാര്യമാണെന്നും അതിനെ എങ്ങനെ കുട്ടികൾ ഫേസ് ചെയ്യണമെന്നും അഥവാ ഒരു തോൽവി നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും ഇതുവരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത്രയും കാലങ്ങൾ നമ്മൾ കടന്നു വന്നു. AI വരെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ടീച്ചേഴ്സോ സ്റ്റുഡൻസോ പോലും ഇന്നത്തെ കാലത്ത് വേണമെന്നില്ല ഒരു എക്സാം ഹാളിൽ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും ഇപ്പോഴും നമ്മളുടെ കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ 10ാം ക്ലാസ് ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ ഈ ഒരു കുട്ടികൾക്ക് റിസൾട്ടിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നോ അല്ലെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ അതിനെ കാണണം, വിജയമായാലും പരാജയമായാലും അതിനെ എങ്ങനെ എടുക്കണം എന്ന് പോലും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പേരൻസും ഒരു പരിധിവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ചുറ്റുമുള്ളവരും ആയിക്കോട്ടെ പറഞ്ഞു കൊടുത്തിട്ടില്ല. എല്ലാവരും എക്സാം റിസൾട്ട് അറിയാൻ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എത്ര A+ ഉണ്ട്, എത്ര മാർക്ക് കിട്ടി? റിസൾട്ട് വരുന്നതിന് മുമ്പും ഇതേ ചോദ്യം തന്നെയാണ് കേൾക്കേണ്ടത്. പക്ഷെ ആരും തന്നെ ചോദിക്കുന്നില്ല, മോനെ നീ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ അവൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നില്ല, മോനെ അല്ലെങ്കിൽ മോളെ നീ ഓക്കെ അല്ലേ? കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോൽക്കാം. ഇവിടെ തോറ്റെന്ന് പറഞ്ഞ് നീ ലൈഫ് ലോങ് തോറ്റുപോയിരിക്കുകയല്ല. ജീവിതത്തിൽ ഇനിയും പരീക്ഷണങ്ങളുണ്ടാവും, പരീക്ഷകളുണ്ടാവും. അതിൽ നിനക്ക് വിജയിക്കാൻ കഴിയും. അതിനുള്ള സപ്പോർട്ട് എനിക്ക് തരാൻ പറ്റും എന്ന് എത്ര അച്ഛനമ്മമാർക്ക് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റും സ്വന്തം മക്കളോട്? ഉറപ്പില്ല അല്ലേ? എനിക്കറിയാം. നമ്മൾ എത്രയൊക്കെ മുന്നോട്ട് വന്നെന്ന് പറഞ്ഞാലും 90കളിൽ നിന്നും ബസ് കിട്ടാത്ത സ്ഥലം നമ്മളുടെയൊക്കെ സ്കൂളുകളായിരിക്കും. ഇന്നും ഈ പറയുന്ന പോലെ ബയോളജി ക്ലാസ്സിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്ന ടീച്ചേഴ്സ് ഉള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇനി വരുന്ന സ്കൂൾ തുറപ്പിന് ഒരാഴ്ചത്തെ ക്ലാസ് ലഹരി വിമുക്ത കേരളത്തെയും മാനസിക സമ്മർദ്ദത്തെയും ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാലും പഠിപ്പിക്കണം എന്ന് പറഞ്ഞാലും ഒരു കാലത്തും ടീച്ചേഴ്സോ സ്കൂൾ അധികൃതരോ ഇതൊന്നും ശ്രദ്ധിക്കാനും പോകുന്നില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പരിധിവരെ നമ്മളൊക്കെയാണ് നമ്മളുടെ തലമുറകളെ നശിപ്പിക്കുന്നത്. പുതിയ തലമുറ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ പുതിയ തലമുറയെ നമുക്ക് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടി ഒരുപക്ഷെ ആ മുറിക്കുള്ളിലിരുന്ന് നിങ്ങളോട് ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാണ്ട് വിങ്ങി പൊട്ടുകയായിരിക്കാം. എക്സാമിൻ്റെ കാര്യമോ സ്കൂളിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ടീച്ചേഴ്സാൽ അനുഭവിക്കേണ്ടി വരുന്ന ബുള്ളിങ്ങുകളെക്കുറിച്ചോ ഒക്കെ ആ കുഞ്ഞു മനസ്സ് വേദനിക്കുന്നുണ്ടാവും. അതൊന്നും കേൾക്കാൻ ടീച്ചേഴ്സിനോ സ്കൂളിലുള്ളവർക്കോ പേരൻസിന് പോലും സമയവുമില്ല, ശ്രദ്ധയുമില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആര് ശ്രദ്ധിക്കാനാ? A+ഉം വിജയശതമാനവും ഒക്കെ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ചാലല്ലേ കിട്ടാൻ പറ്റുള്ളൂ. A+ കിട്ടിയില്ലെങ്കിൽ തല്ലി കൈയൊടിക്കുമെന്നും വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അമ്മമാര് ഞാൻ പഠിക്കുമ്പോഴും ഉണ്ട്, നിങ്ങൾ പഠിക്കുമ്പോഴും ഉണ്ട്, ഇന്നത്തെ കാലത്തെ കുട്ടികൾ പഠിക്കുമ്പോഴും ഉണ്ട്. സോ കാലം മാറി ചേട്ടാ. വിജയങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കാതെ പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും കൂടി പഠിപ്പിച്ച് നോക്ക്. ഒരു പരിധിവരെയൊക്കെ ഈ പേജിലെ വാർത്തകൾ നമുക്ക് ഒഴിവാക്കാം.